ഇതുപോലൊരു ചിക്കൻ നൂഡിൽസ് നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മൈ സ്പേസ് ത്രണി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ നൂഡിൽസിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കാതെ എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ചെയ്യാമെന്ന് കണ്ടാലോ? നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനുശേഷം അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ എത്ര നൂഡിൽസ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഞാൻ ഇവിടെ ഈ പാത്രത്തിൽ ഒരു 3 പാത്രത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്രയും വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഹക്ക നൂഡിൽസ് ആണ്, HLXന്റെ വെജ് ഹക്ക നൂഡിൽസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനും ഞാൻ ഇടുന്നുണ്ട്, കാരണം ഇവിടെ മെമ്പേഴ്സ് കൂടുതലാണ്. ഞാൻ ഇത്രയും നൂഡിൽസും ഇതിലെടുക്കുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് പച്ചക്കറികൾ അരിയാം. ചിക്കൻ കഴുകിയതാണ്. ഈ നൂഡിൽസ് നമുക്ക് കുക്കറിൽ ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കാം. കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് 5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ കുക്കർ അടുത്ത ഇതിനകത്ത് വയ്ക്കുകയാണ് കേട്ടോ. നമുക്ക് 5 വിസിൽ വരുന്നവരെ കുക്കർ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഇത്ര ഉപ്പാണ്, ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. ഉപ്പ് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നൂഡിൽസ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കല്ലുപ്പല്ലേ, ഒന്ന് നല്ലപോലെ മെൽറ്റ് ആവട്ടെ. പിന്നീട് ഞാൻ അതിലേക്ക് നൂഡിൽസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നൂഡിൽസ് നല്ല രീതിയിൽ വേവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ 4ാമത്തെ വിസിൽ കഴിഞ്ഞു, 5ാമത്തെ വിസിലായിട്ടുമുണ്ട്. നമുക്ക് നൂഡിൽസ് വെള്ളം വറുക്കാം, ചിക്കനും മാറ്റി വയ്ക്കാം വിസിൽ വന്നതിന് ശേഷം. നൂഡിൽസ് ഇവിടെ വെന്ത് കിട്ടിയതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം കളയാം. 90% വെന്തിട്ടുണ്ടല്ലോ. നമ്മുടെ നൂഡിൽസ് ഇവിടെ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇതൊഴിച്ചിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലായിടവും ഈ ഓയിൽ കിട്ടുന്ന രീതിയിൽ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിങ്ങനെ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാം നീളത്തിൽ തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. ക്യാരറ്റ്, ബീൻസ്, സവോള, റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇത്രയാണ് കേട്ടോ ഞാൻ പച്ചക്കറികൾ എടുത്തിട്ടുള്ളത്. പിന്നെ കോളിഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമുക്ക് കുനുകുന അരിഞ്ഞത് ഞാൻ അത് കാണിച്ചു തരാം. ഇത് കോളിഫ്ലവർ ആണ്. ഞാനിത് ചൂടുവെള്ളത്തിൽ കുറേ നേരം വെച്ചതിന് ശേഷം അത് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതായത് നമുക്ക് കോളിഫ്ലവറിൽ അഴുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുറേ നേരം ഇട്ടിരുന്നാലേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇതെല്ലാം പോത്തുള്ളൂ. എന്നിട്ട് ഞാൻ ഇത് കുനുകുനാന്ന് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. പിന്നീട് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ്. ഇതതിൻ്റെ ഗ്രീൻ പോർഷനാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചിക്കൻ നൂഡിൽസ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇത് നമ്മുടെ ചിക്കനാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കുനുകുനാന്നാക്കുമെന്ന്. അങ്ങനെ ആക്കിയിട്ടുള്ളതാണ്. നമ്മൾ കുക്കറിലിട്ട് 5 വിസിൽ അടിച്ചതിന് ശേഷം
കുനുകുനാന്നാക്കിയ ചിക്കനും കൂടിയിട്ടാണ്. ഇനി നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കത്തിക്കാം. അതിനുശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, വൈറ്റ് പോർഷൻ ഒനിയൻ, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനും കൂടി ഇട്ട് കൊടുക്കാവേ. മിക്സ് ചെയ്യാം. ഇതൊന്ന് മൂത്ത് വന്നാൽ മതി, ഒരുപാട് മൂക്കണ്ട, ഒരു മീഡിയം അളവിൽ മൂത്ത് വന്നാൽ മതി. തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, ലോ ഫ്ലെയിമിലോട്ട് ആക്കിയേ ചെയ്യരുത്. ഇനിയുള്ള എല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, സവോള, ബീൻസ്, ക്യാപ്സിക്കം എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇത്തിരി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ കോളിഫ്ലവറും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നിർബന്ധമൊന്നും ഇല്ല, നമുക്ക് ക്യാബേജ് ഒക്കെ ഇടണമെങ്കിൽ ഇടാം. ഇവിടെ ക്യാബേജ് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ക്യാബേജ് ഇടാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി വല്ലതും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് 1 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. അത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിക്കാവേ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ നൂഡിൽസ് ആഡ് ചെയ്യാം. നൂഡിൽസ് ഇട്ട് കൊടുക്കുവാണേ. ഈ സമയത്തേക്ക് ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുന്നുണ്ടേ. നൂഡിൽസിന്റെ എല്ലാ പോർഷനിലും നമ്മുടെ മിക്സ് എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പോർഷൻ ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയേ. നമ്മുടെ നൂഡിൽസ് ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഷുഗറും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. ഇതാണ് ചിക്കൻ നൂഡിൽസിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യാം, അല്ല ബീഫാണ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടമാണ് എന്ത് ആഡ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇതൊന്നും ആഡ് ചെയ്യാതെ വെജ് മാത്രമായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വെജ് നൂഡിൽസ് ആവും. ഓവർ സ്പൈസിനെസ് ഒന്നുമില്ല. കുട്ടികൾക്ക് എല്ലാവർക്കും താല്പര്യമായിരിക്കും. നല്ലപോലെ അവർ കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.